എന്തൊക്കെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഭക്ഷണമെല്ലാം കഴിച്ചല്ലോ? ഓക്കെ, ഗുഡ്. വയറ്റിൽ നിന്നൊക്കെ പോയി. അപ്പോൾ ഇന്ന് നീ എല്ലാ ഭക്ഷണവും കഴിച്ചോളൂ. ഇവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഇവർക്കുള്ളത് വീട്ടിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത്? അതന്നെ നിനക്ക് കഴിക്കാം. പച്ചക്കറി, ഫ്രൂട്ട്സ്, ഇലവർഗ്ഗങ്ങൾ, മീൻ, ഇറച്ചി, തൈര്, പരിപ്പ്, സാമ്പാർ, എല്ലാ കറിയും നിനക്ക് കഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ പുറത്തുനിന്നുള്ളത് ഒന്നും കഴിക്കണ്ട. വെള്ളം നല്ലോണം കുടിക്കണം. വെള്ളം ധാരാളം കുടിക്കണം. ഓക്കെ. പിന്നെ ഫ്രൂട്ട്സ്, സാലഡൊക്കെ മുറിച്ചിട്ട് സൈഡിൽ വെച്ചാൽ മതി. നിങ്ങൾ വെച്ച് കൊടുക്കട്ടോ അവൾക്ക്. അതിങ്ങനെ അടുത്തടുത്ത് ഇടക്കിടക്ക് തിന്നാൽ മതി. ഓക്കെ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ എക്സർസൈസൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസ്, കാലുകൾ കൊണ്ട് കാലിൻ്റെ ഒക്കെ എക്സർസൈസ്, എല്ലാ ജോയിൻറ്റിൻ്റെ എക്സർസൈസ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യണം, ഇടക്കിടക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എണീറ്റ് നടക്കണം. ഓക്കെ. ആക്റ്റീവായിരിക്കണം, ഫുള്ളി ആക്റ്റീവായിരിക്കണം. ഓക്കെ. പിന്നെ കൂടുതൽ ആൾക്കാരെ കയറ്റണ്ട. കാരണം ഇപ്പോൾ ഇൻഫെക്ഷൻസൊക്കെ വന്ന് തുടങ്ങിയല്ലോ, കോവിഡൊക്കെ ഉണ്ട്. അപ്പോൾ അധികം ആൾ വരുമ്പോൾ ഒന്ന് ആരെങ്കിലും വിളിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഡോക്ടർ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ചിലർ ചോദിക്കാതെയൊക്കെ ഇങ്ങനെ കണ്ടമാനം സാധനമൊക്കെ അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കവറൊക്കെ ആയിട്ട് വരും. അതൊക്കെ ഇൻഫെക്ഷന് ചാൻസാണ് വരാം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിന്റെ കൂടെ ഉള്ള ബൈസ്റ്റാൻഡറാണ്. മേടപ്പം വന്നപ്പം പറഞ്ഞില്ലേ നല്ലോണം വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അമ്മായിമാര് വന്നപ്പം പറയാണ് വെള്ളം കുടിച്ചാൽ വയറ് ചാടുമെന്ന്. എന്നാ വെള്ളം കൊടുക്കണ്ട. അപ്പൊ വെള്ളം കുടിച്ചില്ല അവർക്ക് ക്ഷീണമൊക്കെ വരില്ലേ? മൂത്രത്തിൽ പഴുപ്പൊക്കെ വരില്ലേ? കുട്ടിക്ക് പാലൊക്കെ കൊടുക്കുന്നതല്ലേ? എന്നാ കൊടുത്തോ. അതേപോലെ മേഡം പറഞ്ഞില്ല ഇപ്പൊ ഇറച്ചി, മീന്, കോഴിമുട്ടയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിച്ചപ്പോ സ്റ്റിച്ച് വിട്ടുപോകൂലേ? എന്നാ കൊടുക്കണ്ട മോളെ. അപ്പൊ അതിലല്ലേ പ്രോട്ടീൻ ഒക്കെ ഉള്ളത്. കോഴിമുട്ടയൊക്കെ കഴിച്ചാൽ കുട്ടിക്ക് പാലൊക്കെ കൊടുക്കാൻ വേണ്ടി പാലൊക്കെ ഉണ്ടാവൂലേ ഒക്കെ കഴിച്ചാല്? എന്നാ കൊടുത്തോ. അപ്പൊ അതേപോലെ മേഡം പറഞ്ഞില്ലേ സാമ്പാറൊക്കെ കൊടുക്കാൻ വേണ്ടി. പരിപ്പ്, സാമ്പാർ, പച്ചക്കറി. അപ്പൊ പരിപ്പ് കഴിച്ചാല് ഗ്യാസ് കേറൂലേ? എന്നാ കൊടുക്കണ്ട. അപ്പൊ അതിലല്ലേ നല്ല പച്ചക്കറി വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതല്ലേ സാമ്പാറിൽ. അതേപോലെ മുരിങ്ങക്കായൊക്കെ നല്ലതല്ലേ, കായൊക്കെ ദഹനത്തിന് വേണ്ടിയിട്ട്. എന്നാ കൊടുത്തോ.